എൻ്റെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഫസ്റ്റ് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബാങ്കിൾ കാണിച്ചു തരാം കേട്ടോ. മൈക്കില്ലാത്തതുകൊണ്ട് എത്രത്തോളം കേക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു ഗോൾഡ് കളക്ഷൻ ആണ് കേട്ടോ. ഗോൾഡ് എന്ന് പറയുമ്പോൾ കുറേയൊന്നുമില്ല, ഞാൻ നാട്ടിൽ നിന്ന് ഇവിടേക്കും ഇവിടെ നിന്ന് നാട്ടിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ട് നടക്കുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബോക്സ്. ഇതാകെ പൊളിഞ്ഞിരിക്കുവാണ്. ഇത് ഒരു 3 വർഷമായി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്. കാണുമ്പോൾ അറിയില്ല, അത്യാവശ്യം നല്ലോണം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുവാണ് കേട്ടോ. ഈ സൈഡൊക്കെ പോയിരിക്കുക. ഇത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എൻ്റെ ബ്രദർ വാങ്ങിച്ചാണ് കേട്ടോ. വേറെ ഒന്നും വാങ്ങിക്കണം, എന്നാലും അത്രയ്ക്കും കളയാറാവുമ്പോൾ കളയാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റും തന്നെ ഞാൻ കാണിക്കുന്നത്, ഞാൻ ഇട്ടേക്കുന്നത് തന്നെ കാണിച്ചു തരാം. ഇവിടെ തുടങ്ങും. ഓക്കെ, ഈ മാല ഇത് വരുന്നത് അരപ്പവൻ്റെ ഒരു മാലയാണ് കേട്ടോ. ഇത് സാധാരണ 22 കാരറ്റ് തന്നെയാണേ. പിന്നെ ഈ ഒരു പെൻഡൻറ്റ്, ഇത് ഞാൻ എടുക്കാൻ പോയപ്പം ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡയമണ്ടിൻ്റെ പെൻഡൻറ്റ് കമ്മൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം തന്നെ പോയിട്ട് അങ്ങനെ എടുത്തതാണ് ഇതൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് എൻ്റെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ഒരു പെൻഡൻറ്റും ഈ ഒരു ചെയിനും. പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു കമ്മലും സെക്കൻഡ് സ്റ്റേറ്റും ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു കമ്മലാണ്. ഇത് ഞാൻ ഇച്ചിരി കൂടി സൂം ചെയ്തിട്ടൊരു വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം ഞാൻ അങ്ങനെ തന്നെ ആഡ് ചെയ്യാതെ. ഈ ഒരു കമ്മൽ എനിക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു റിംഗ് ആണ്. ഇത് എൻഗേജ്മെൻറ്റ് റിംഗ് ആണ്. ഇനിയൊരു കൈച്ചെയിൻ, ഇത് വരുന്നത് 3/4 പവൻ്റെ ഒരു കൈച്ചെയിനാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പം അമ്മയും അച്ഛനും കൂടി എനിക്കെന്തോ കിട്ടുന്നു 8ലെന്തോ പഠിച്ചത് കേട്ടോ. അത്രയും വർഷം പഴക്കമുള്ളതാണ്. ഇത് ലക്ഷ്മി ജ്വല്ലറി വാങ്ങിച്ചാണ് കേട്ടോ. നാട്ടിൽ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്, ലക്ഷ്മി ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ എപ്പോഴും പോയി എടുക്കുക. അവിടെ വാങ്ങിച്ചാണ് കേട്ടോ. ഇനി എൻ്റെ ബാങ്കിൾ കളക്ഷൻ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ബാങ്കിളാണ് ഈ ഒരു ബാങ്കിൾ കേട്ടോ. ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് നല്ല രസം കാണാനായിട്ട്. ഒരു 4 സ്റ്റോൺ ഉണ്ട്, ഒരു പൈപ്പ് ഡിസൈൻ, അങ്ങനെ ഒന്നും പറയാമെങ്കിൽ ഡിസൈൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല. ഒരു പൈപ്പിംഗ് പോലെയായിട്ട് ഈ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട്. ഇത് വരുന്നത് 1.5 പവനാണ് കേട്ടോ. ഈ ഒരു വല കേട്ടോ. എനിക്ക് എല്ലാത്തിൻ്റെ മുന്നിൽ ഓർമ്മ ഉള്ളത് ഞാൻ എത്രയൊക്കെയാണെന്ന് പറയാം. ഈ മേക്കിംഗ് ചാർജ് ആവശ്യത്തിനുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം കാരണം കൊടുക്കുന്നതാണ്. പിന്നെയുള്ളത് ഈ ഒരു ബാങ്കിളാണ്. ഇത് സിംഗപ്പൂർ ഡിസൈനാണ്. ഇതിനും അത്യാവശ്യം മേക്കിംഗ് ചാർജ് വരുന്നുണ്ട് കണ്ടോ. ഞാൻ ഇട്ടിട്ട് ഞാൻ ഇളക്കി വെച്ചേക്കുവാണ്. അത്രയ്ക്കും റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ല രസം കാണാനായിട്ട്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് ഇതിനൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഇതും 1 പവനാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബാങ്കിളാണ്. ഇതിങ്ങനെ കുറച്ച് സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒരു 7 ഗ്രാംസ് ഒക്കെ ആയിട്ട് വരുന്നത്. നല്ല ഭംഗി. എല്ലാം ഈ പൈപ്പ് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കഴിച്ചാണ് നല്ല രസമാണ് കേട്ടോ. 1 പവനിൽ വരുന്ന ഒരു അടിപൊളി കഴിച്ചാണ് കേട്ടോ. ഇതെനിക്ക് അവിടെ എന്താ കോണിക്കര, തൃശ്ശൂർ കോണിക്കരയിൽ നിന്നിട്ടാണ് പോയപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണേ. ഇതിന് മാച്ചിന് ഒരു ഫിംഗർ റിങ്ങും കൂടി ഉണ്ട്. അത് ഞാൻ പണ്ടത്തെയാണേ, പക്ഷെ ഇത് നല്ലതായിട്ട് പോകും. ഇനിയുള്ളത് എൻ്റെ ഒരു കമ്മലാണ് കേട്ടോ. കുട്ടിക്കമ്മലാണ്. ഇത് 2 ഗ്രാംസ് ആണ് വരുന്നത്. നല്ല രസമാണ്. സ്ക്വയർ അല്ല, കുരിശൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഇൻഡു അങ്ങനെയൊക്കെ പറയാം, പ്ലസ് അങ്ങനെയൊക്കെ പറയാം. അങ്ങനൊരു സംഭവമാണ്.
ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഈ ഒരു റിങ്ങാണ്. ഇത് ഇവിടെ നിന്ന് മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 3 ഗ്രാമാണ് വരുന്നത്. നല്ല രസം കാണാനായിട്ട്. പിന്നെ ഉള്ളത് ഒരു പെൻഡൻ്റാണ്. ഇത് 2 ഗ്രാംസ് തന്നെയാണ് ഉള്ളത്. ഇത് നാട്ടിൽ നിന്ന് മലബാറിൽ നിന്ന് വാങ്ങിച്ചത്. ഒരു സൺഫ്ലവർ ഒക്കെ പോലെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റിയിടും. ഇതുമാണ് ഞാൻ മാറ്റി മാറ്റി ഇടാറ് കേട്ടോ. ചില സമയങ്ങളിൽ ചില ഡ്രസ്സിന് ഇതായിരിക്കും ഭംഗി, ചില സമയങ്ങളിൽ ഇതായിരിക്കും ഭംഗി. അപ്പം ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യും. പിന്നെ ഉള്ളത് ഈ ഒരു കമ്മലാണ്. ഇതാണ് ഞാൻ ഈ പെൻഡന്റ് വാങ്ങിക്കാൻ പോയപ്പോൾ എടുത്തൊരു കമ്മലാണ്. പിന്നെ വരുന്നത് ജാനിക്കുട്ടിയുടെ കുറച്ച് ഓർണമെന്റ്സ് ആണ് കേട്ടോ. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്നതാണ്. പിന്നെ ഇവൾക്ക് ഡേക്കുകളിലൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എനിക്ക് വെച്ചേക്കുവാണേ. നല്ലൊരു കുഞ്ഞു വിളയാണ്. പിന്നെ അവളുടെ പാദസരം, എൻ്റെയും പാദസരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കുട്ടി പാദസരമാണ്. പിന്നെ അവളുടെ പറഞ്ഞാണ്. ഇതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ല, എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ എൻ്റെ താലിമാല ഇതല്ല കേട്ടോ. ഇത് വേറൊരു ചെയിൻമ ഇട്ടതാണ്. താലിമാല ഇപ്പം നമ്മൾ ലോക്കറിൽ വെച്ചേക്കുവാണ്. ഇട്ടു എൻ്റെ താലി ഇതാണ്. ജസ്റ്റ് കൊണ്ടുവന്നതാണ്. ഇങ്ങോട്ട് ഇടലൊന്നുമില്ല, എന്നാലും കൊണ്ടുവന്നതാണ്. ഈ ഒരു ചെയിനും ഈ ഒരു താലി. പിന്നെ ജാനിക്കുട്ടിയുടെ എൻ്റെ ഈ കൈ ചെയിൻ കൊണ്ട് ജാനിക്കുട്ടിക്ക് ഒരു കൈ ചെയിനുണ്ട്. ഇതും വെറുതെ കൊണ്ടുവന്നതാണ്. പിന്നെ ജാനിക്കുട്ടിയുടെ ഈ ഒരു മാല കെട്ടുകൂടി. ഈ ഒരു മാല നല്ല രസം. ഈ ഒരു പെൻഡൻ്റാണ്. ആലിലയിൽ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന ഒരു പെൻഡൻ്റാണ്. ഇത് ജോസ്കോ എന്ന് വാങ്ങിച്ചാട്ടോ ഈ ഒരു പെൻഡൻ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഗോൾഡ് കളക്ഷൻ. ഇനി പറ്റാത്തതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ, കാണിക്കാൻ പറ്റാത്തതൊക്കെ. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആൻഗ്ലെറ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ പരസ്പരം ഡിസൈൻ എന്നൊക്കെ പറയും. നാട്ടിൽ സാധാരണ ബീറ്റഡ് ചെയിൻ ആണത്. സംഭവം എല്ലാ ഡ്രസ്സിനും പോകും. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇത് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിൽ കാണുന്ന ഒരു കുട്ടി കുട്ടി കമ്മലൊക്കെ ജാനിയുടെയാണ്. ഒരു കൊട്ടഞ്ഞാത്തി ഉണ്ടോ, അത് ജാനിക്ക് ബർത്ത്ഡേക്ക് അമ്മയും അച്ഛനും കൊടുത്തതാണ്. പിന്നെ അവളുടെ ഇങ്ങനെ വേറൊരു കൊട്ട അതുപോലെ, അത് നല്ല രസം കാണാനായിട്ട്. അങ്ങനെ കുറച്ച് കമ്മൽ അവളുടെ ഉണ്ട്. പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് യൂസ് ചെയ്യാറുണ്ടായിരുന്ന ഒരു ഇയറിംഗ് ഇല്ലേ, അത് ജാനിക്കുട്ടിയുടെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇടയ്ക്ക് ഞാനും ഇടാറുണ്ട്. അത് നല്ല രസമല്ലേ. പിന്നെ എൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ യൂസ് ചെയ്ത ഓർണമെൻറ്റ്സ് നമ്മൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ലോക്കറിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ 2 മാലയൊക്കെ. എനിക്കിതുപോലത്തെ 2 മാലയൊക്കെ ആയിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ